ഐശ്വര്യമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് 2 മുട്ട എടുത്ത് തുടങ്ങാം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ സിമ്പിളായി കട്ട് ചെയ്തിട്ട് നമ്മുടെ പണി തുടങ്ങാം. അത് നടക്കട്ടെ, ഞാനൊരു കഥ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പാട്ടിനും ഡാൻസിനൊക്കെ പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ എത്തിയ സമയത്ത് ഞാൻ അമ്മയോട് ഒരുപാട് ചോദിച്ചിട്ട് വീക്കെൻഡ് ബാച്ചിൽ നിന്നും വീക്ക് ഡേയ്സിലുള്ള ബാച്ചിലേക്ക് ഡാൻസ് ക്ലാസ്സിൽ മാറിയിട്ടോ. അപ്പോൾ നമുക്ക് മൺഡേ ട്യൂസ്ഡേ ഈവനിങ് ആയിരുന്നു ക്ലാസ്. സോ സ്കൂൾ കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശക്കും എന്ന് വെച്ചിട്ട് അമ്മ എനിക്ക് ഈവനിങ് സ്നാക്സൊക്കെ തന്നു വിടും കേട്ടോ. അമ്മ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഇലയട, അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് തന്നു വിട്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ കൂടെ ഡാൻസിന് വരുന്ന 1-2 കുട്ടികളുണ്ട് കേട്ടോ. അവരൊക്കെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ബേക്കറി ഉണ്ട്. അവിടെ കയറി വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് ഒരു പീസ് കേക്കും 5 രൂപയ്ക്ക് ഒരു മുട്ട പപ്സും മേടിക്കും. ദൈവമേ, നമുക്ക് ആ സമയത്ത് ഭയങ്കര കൊതിയാവും കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ അമ്മയോട് എന്നും കെഞ്ചാൻ തുടങ്ങി. അമ്മ പറയും ഇതാണ് ഹെൽത്തി, ഇത് കഴിച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ ഞാൻ അമ്മയോട് ചോദിച്ച് ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ അമ്മ എനിക്കിങ്ങനെ 10 രൂപ തന്നു വിടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മുട്ട പപ്സിന് കൊതിച്ചൊരു ബാല്യം ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ അതേ ഗൈസ്, മുട്ട പപ്സാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇപ്പോഴാണെങ്കിലോ നമ്മൾ വീട്ടിൽ തന്നെ മുട്ട പപ്സൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് നമ്മളും കഴിക്കാനുള്ള അത്രയൊക്കെ ആയല്ലോ. അതിൽ ഞാൻ കുറച്ച് പ്രൗഡാണേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ബേക്കറിയിൽ നിന്ന് രാവിലെ ഒരു 11-11:30 ആകുമ്പോൾ ഒരു മണം വരാനുണ്ട് ഗൈസ്. എനിക്ക് ഉറപ്പാണ് എൻ്റെ സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.